42 മുട്ട വെക്കാൻ പറ്റിയ ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണിത്. തെർമാക്കോളിന്റെ ബോക്സിലാണ് വരുന്നത്. ഇൻക്യുബേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ പാക്കിങ് ചെയ്തിട്ടുണ്ടാവും. ഇത് പൊളിച്ച് കളയാം. ഇതുപോലെ പൊളിച്ച് കളയാം. പൊളിച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഡോറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അതും അതുപോലെ പൊളിച്ചതിന് ശേഷം നമ്മൾ ഡോർ ഇങ്ങനെ തുറക്കുക. തുറന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു അഡാപ്റ്ററും ഒരു 2 പിൻ വയറും 2 എണ്ണം കാണാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പ്ലഗിൽ കുത്തിയിട്ട് ഓൺ ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ പ്ലഗിൽ കുത്തുക. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഇൻക്യുബേറ്ററിലെ ഫാനും ബൾബൊക്കെ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 ഫാന് വരുന്നുണ്ട്, 2 ബൾബ് വരുന്നുണ്ട്. ഇത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് വെള്ളം കീപ്പ് ചെയ്യുക. ഈ നെറ്റ് ബോൾട്ടിൻ്റെ നേരെ താഴെ ലെവലിൽ കീപ്പ് ചെയ്യണം. കാരണം ഇത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ബോൾട്ട് നമ്മൾ വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ വെള്ളം കീപ്പ് ചെയ്യുക. ഒരു 2 ദിവസം കൂടുമ്പോൾ വെള്ളം കുറവുള്ളത് ഒഴിച്ചു കൊടുക്കുക. റൊട്ടേഷൻ ഓട്ടോമാറ്റിക് ആണ്. ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ബൾബ് അതുപോലെ ഡോർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫും ഓണും ആയിക്കൊണ്ടിരിക്കും. ടെമ്പറേച്ചർ കൺട്രോളിംഗ് ആയിരിക്കും. അതുപോലെ ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കേണ്ടത് ഇതുപോലെ നീളത്തിൽ കിടത്തിയിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെ നീളത്തിൽ കിടത്തിയിട്ട് മുട്ട വെച്ച് കൊടുക്കുക. ഒരു ലൈനിൽ 7 മുട്ട വീതം വെക്കാം. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഒരു ലൈനിൽ 7 മുട്ട, അങ്ങനത്തെ 6 ലൈൻ ഉണ്ടാവും. 6 ലൈനിൽ മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ സ്പേസിൽ മുട്ട വെക്കാൻ പാടില്ല, അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ്. അതുപോലെ 18 ദിവസമാണ് കോഴിമുട്ടയ്ക്ക് റൊട്ടേഷൻ വേണ്ടത്. ഏത് മുട്ടയാണെങ്കിലും വിരിയുന്നതിൻ്റെ 3 ദിവസം മുമ്പ് റൊട്ടേഷൻ ഓഫ് ചെയ്യാം. അപ്പോൾ റൊട്ടേഷൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെയിൽ ഫീമെയിൽ കപ്ലർ കാണാൻ പറ്റും. ഈ മോട്ടറിൻ്റെ വയറാണത്. ഈ റൊട്ടേഷൻ നിർത്താൻ വേണ്ടിയിട്ടുള്ള റൊട്ടേഷൻ്റെ മോട്ടറാണത്. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ പിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടാൽ ഇതിങ്ങനെ വലിച്ചു ഊരിയാൽ റൊട്ടേഷൻ ഓഫായി. ഇപ്പോൾ റൊട്ടേഷൻ സ്റ്റോപ്പായി. അപ്പോൾ വിരിയുന്നതിൻ്റെ 3 ദിവസം മുമ്പ് റൊട്ടേഷൻ ഓഫ് ചെയ്യാം. അതുപോലെ 21ാമത്തെ ദിവസം കോഴിമുട്ട വിരിയും. 21ലും 22ലും വിരിയും. വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ബ്രോഡറിലേക്ക് മാറ്റിയാൽ മതി.